അല്ലാഹു 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 അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ അമ്മാ ബഅദ്. ഇസ്ലാം മതം, ജൂതമതം, ക്രിസ്തുമതം ഇവ മൂന്നും സെമിറ്റിക് പാരമ്പര്യത്തിൽപ്പെട്ട മതങ്ങളാണ്. വേദം നൽകപ്പെട്ട അടിസ്ഥാനമുള്ള മതങ്ങളാണ്. ക്രിസ്തുമതം കാലാന്തരത്തിൽ അവർക്ക് അവതരിച്ചതായ ഇഞ്ചീലിൽ കൈകടത്തി തെറ്റായ വിശ്വാസങ്ങൾ വച്ചുപുലർത്തി. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവർ അള്ളാഹുവിന്റെ പുത്രനാക്കി, ദൈവത്തിന്റെ അവതാരമാക്കി. ജൂതമതമാകട്ടെ അവരുടെ വേദങ്ങളെയും മാറ്റിത്തിരുത്തി അവരിലേക്ക് അയച്ചതായ പ്രവാചകനായ ഉസൈർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹുവിന്റെ സന്താനമായി അവർ വിശേഷിപ്പിച്ചു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഇതിനെ സംബന്ധിച്ച് പറയുന്നു: വഖാലത്തിൽ യഹൂദു ഉസൈർ ഇബ്നുല്ലാഹ് വഖാലത്തിൻ നസാറ അൽ മസീഹ് ഇബ്നുല്ലാഹ്. ജൂതന്മാർ ഉസൈർ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ സന്താനമാണെന്ന് പറഞ്ഞു. നസാറാക്കൾ, ക്രൈസ്തവ സമൂഹം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പുത്രനാണെന്ന് വാദിച്ചു. ഇങ്ങനെയെല്ലാം അവരുടെ മതങ്ങളിൽ കൈകടത്തലുകൾ നടത്തിയെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല വ്യക്തമാക്കുന്നു. ഇതിനെല്ലാത്തിനും പുറമെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഗതനായതോടെ ജൂതമതവും ക്രിസ്തുമതവും കാലഹരണപ്പെട്ടു, മൻസൂഹായി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി നിയുക്തനായപ്പോൾ ജൂതമതം ഉപേക്ഷിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിച്ച ഒരുപാട് സഹാബാക്കളുണ്ട്. ജൂതമതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ, ജൂതമതത്തിൽ നിന്ന് ഇസ്ലാം ആശ്ലേഷിച്ചവർ. ഒന്ന് അബ്ദുല്ലാഹിബിൻ സലാം റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം ബനു കൈനുക എന്ന ജൂത ഗോത്രത്തിലെ വലിയ ഒരു പുരോഹിതനായിരുന്നു, പണ്ഡിതനായിരുന്നു. പിൽക്കാലത്ത് ഇസ്ലാമിലേക്ക് അദ്ദേഹം കടന്നു വന്നു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഇസ്ലാം സ്വീകരണത്തെ സംബന്ധിച്ച് വ്യക്തമാക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് കടന്നു വന്നപ്പോൾ എല്ലാവരും നബിതങ്ങളെ കാണാൻ വേണ്ടി ഒരുമിച്ച് കൂടി. ഞാനും ആരാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അറിയാൻ വേണ്ടി അവരുടെ കൂട്ടത്തിൽ കൂടുകയും ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് കടന്നു വന്നപ്പോൾ അലിംതു, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി, അന്ന വജ്ഹു ലൈസ ബിവജ്ഹിൻ കദ്ദാബ്. നബി തങ്ങളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ തന്നെ എനിക്ക് ബോധ്യപ്പെട്ടു, ഈ മുഖം ഇത് ഒരിക്കലും കളവ് പറയുന്ന ഒരാളുടെ മുഖമല്ല, സത്യസന്ധമായ ഒരാളുടെ മുഖമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഉടനെ അദ്ദേഹം ഇസ്ലാം ആശ്ലേഷിച്ചു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. രണ്ട്, സഫിയ റളിയല്ലാഹു തആല അൻഹ, ബനു നളീർ ജൂത ഗോത്രത്തിലെ നേതാവായിരുന്ന ഹുയൈബിന് അഖ്തബിന്റെ മകളാണ് സഫിയ റളിയല്ലാഹു തആല അൻഹ. ഖൈബർ യുദ്ധ ദിവസമാണ് മുസ്ലിമീങ്ങളുടെ തടവുകാരിൽ അവർ ഉൾപ്പെടുന്നത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് സ്വാതന്ത്ര്യം നൽകി, ഇളവ് നൽകി. ഒന്നുകിൽ നിന്റെ മതത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിലേക്ക് തിരിച്ചു പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇസ്ലാമിനെ തെരഞ്ഞെടുത്ത് മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ കഴിയാം. അവർ ഫഖ്താറത്തിൽ ഇസ്ലാം, ഇസ്ലാമിനെ തെരഞ്ഞെടുത്തു, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ കഴിയാൻ ഇഷ്ടപ്പെട്ടു. വിധവയായിരുന്ന അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് വിവാഹം ചെയ്തു. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്യുന്നതിന് മുമ്പ് രണ്ട് വിവാഹങ്ങൾ കഴിഞ്ഞവരായിരുന്നു അവർ. അതായത് സലാം ബിൻ മുഷ്കിം, കിനാനത്ത് ബിൻ അബിൽ ഹക്കീഖ് എന്നിവരുമായി അവരുടെ വിവാഹം നടന്നിരുന്നു. ഇരു ഭർത്താക്കന്മാരും മരണപ്പെട്ടു പോയിരുന്നു. മൂന്ന്, അസദ് ബിൻ കഅബുൽ ഖുറദി റളിയല്ലാഹു തആല അൻഹു. മദീനയിലെ ബനു ഖുറൈള ഗോത്രത്തിൽപ്പെട്ട ഒരു സഹാബിയാണ് അസദ് ബിൻ കഅബ് റളിയല്ലാഹു തആല അൻഹു. അസ്ലമ ഇൻദ ഖുദൂമിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ മദീന. നബി തങ്ങൾ മദീനയിലേക്ക് കടന്നു വന്നപ്പോൾ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. നാല്, ഉസൈദ് ബിൻ കഅബുൽ ഖുറദി റളിയല്ലാഹു തആല അൻഹു. നേരത്തെ പറഞ്ഞ അസദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സഹോദരനാണ് ഉസൈദ് റളിയല്ലാഹു തആല അൻഹു. ഇവർ രണ്ടുപേരും ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാണ്. അഞ്ച്, യാമീൻ ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു. ബനു നളീർ ഗോത്രത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്ന സഹാബിയാണ് യാമീൻ റളിയല്ലാഹു തആല അൻഹു. അബ്ദുല്ലാഹിബിൻ സലാം റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, അന അഷ്ഹദു ബിമിസ്ലി മാ ഷഹിദ.
അബ്ദുല്ലാഹിബിന് സലാം റളിയല്ലാഹു തആല അൻഹു സാക്ഷിത്വം വഹിച്ചതുപോലെ അദ്ദേഹം കലിമ പറഞ്ഞതുപോലെ ഞാനും കലിമ പറയുന്നതാണ്. അങ്ങനെ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും മിൻ കിബാരി സഹാബ, സഹാബാക്കളിൽ പ്രമുഖരിൽ അദ്ദേഹത്തെ എണ്ണപ്പെടുകയും ചെയ്തു. 6 റിഫാഅത്ത് ബിൻ ഖുർളത്തുൽ ഖുറദി റളിയല്ലാഹു തആല അൻഹു ചെറുപ്രായത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന വ്യക്തിത്വമാണ് റിഫാഅ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. ബനു ഖുറൈളയിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചവരാണവർ. 7 റൈഹാന റളിയല്ലാഹു അൻഹ ബനു ഖുറൈളയിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചു വന്ന സ്വഹാബി വനിതയാണ് റൈഹാന റളിയല്ലാഹു തആല അൻഹ. ജന്നത്തുൽ ബഖീയിൽ ഖബറടക്കപ്പെട്ട അവർ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മോചിപ്പിച്ച സ്വഹാബി വനിതയാണ്. ഇവർക്ക് പുറമെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ, ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന 2 പ്രമുഖരുണ്ട്. ഒന്ന് കഅബുൽ അഹ്ബാർ റഹ്മത്തുള്ളാഹി അലൈഹി, 2 വഹബ് ബിൻ മുനബ്ബഹ് റഹ്മത്തുള്ളാഹി അലൈഹി. ഇവർ സഹാബാക്കളല്ല, ഇവർ താബിഈങ്ങളിൽപ്പെട്ടവരാണ്. ഇവർ ഇരുവരും ജൂതമതം ഉപേക്ഷിച്ചുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചവരാണ്. ജൂതമതം ഉപേക്ഷിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഇവരെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ അവതരിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു ആയത്താണ് സൂറത്തുൻ നിസായിലെ 136-ാമത്തെ വചനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ ബില്ലാഹി വറസൂലിഹി വൽ കിതാബില്ലദീ നസ്സല അലാ റസൂലിഹി വൽ കിതാബില്ലദീ അൻസല മിൻ ഖബ്ൽ വമൻ യക്ഫുർ ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽ യൗമിൽ ആഖിരി ഫഖദ് ളല്ല ളലാലൻ ബഈദ. റഈസുൽ മുഫസ്സിരീൻ മഹാനായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നുണ്ട്, ഈ ആയത്ത് അവതരിച്ചത് ജൂതമതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഈ സഹാബാക്കളെ സംബന്ധിച്ചാണ്. ജൂതമതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്ന, സത്യമതം സ്വീകരിച്ച ഈ സഹാബാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ പദവിയും ദറജയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ പഠിക്കാനും അത് പകർത്താനും ലോകത്തിന് പകർന്നു കൊടുക്കാനും നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.